എന്തിനുമേതിനും പാരസെറ്റമോൾ പ്രതിവിധിയായി കാണുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഡോക്ടർമാർ. പനിയാകട്ടെ ശരീരവേദനയാകട്ടെ ചിലർക്ക് എന്തിനുമുള്ള പ്രതിവിധിയാണ് പാരസെറ്റമോൾ. പാരസെറ്റമോൾ ഉപദ്രവകാരിയല്ലെന്ന ആത്മവിശ്വാസത്തിലാണ് പലരും ഇത് തുടർച്ചയായി കഴിക്കുന്നത്. അധികമായാൽ അമൃതും വിഷമെന്ന് പറയുന്നത് പോലെയാണ് പൊതുവെ ഉപദ്രവകാരിയല്ലാത്ത പാരസെറ്റമോൾ അധികമായി കഴിക്കുന്നതും. 70 വർഷത്തിലേറെയായി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് പാരസെറ്റമോൾ. ശരീരം വേദനയ്ക്കും പനിക്കും പ്രതിവിധിയായാണ് ഈ പാരസെറ്റമോൾ എല്ലാവരും കഴിക്കുന്നത്. മരുന്ന് കഴിച്ച് 30 മിനിറ്റിനുള്ളിൽ തന്നെ പനിയും ശരീരവേദനയും കുറഞ്ഞു തുടങ്ങുകയും ചെയ്യാം. 4 മുതൽ 6 മണിക്കൂർ വരെയാണ് ഇതിന്റെ ഗുണം ലഭിക്കുക. പൊതുവെ ഉപദ്രവകാരിയല്ലാത്തതിനാൽ തന്നെ പനിയോ ശരീരവേദനയോ വരുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ തന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങി കഴിക്കുകയും ചെയ്യും. എന്നാൽ എന്തിനും ഏതിനും പാരസെറ്റമോൾ കഴിക്കുന്നത് അത്ര നല്ലതല്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വേദന സംഹാരികളുടെ അമിത ഉപയോഗം വൃക്കകളെ ബാധിക്കുമെന്നാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളത്. എന്നാൽ വൃക്കയെയല്ല പാരസെറ്റമോൾ അമിതമായി കഴിക്കുന്നത് കരളിനെ ബാധിക്കുമെന്നാണ് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നത്. കൃത്യമായ നിർദ്ദേശത്തോടെ അല്ലാതെ പാരസെറ്റമോൾ അമിതമായി കഴിക്കുന്നത് കരളിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും വിഷമയമാകുന്നതിന് കാരണമാകുമെന്നും ലിവർ ഫെയിലിയറിലേക്ക് വരെ നയിച്ചേക്കുമെന്നുമാണ് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നത്. പാരസെറ്റമോളിനോട് അലർജി ഉള്ളവർ ഒരിക്കലും ഇത് കഴിക്കുകയും ചെയ്യരുത്. പാരസെറ്റമോൾ അടങ്ങിയിരിക്കുന്ന മരുന്ന് കഴിക്കുമ്പോഴും ഇത് വീണ്ടും കഴിക്കരുത്. കരൾ രോഗങ്ങൾ, വൃക്കരോഗം, അളവിൽ കൂടുതൽ മദ്യം കഴിക്കുന്നവർ, ഭാരക്കുറവുള്ളവർ എന്നിവർ പാരസെറ്റമോൾ കഴിക്കുന്നതിന് മുൻപായി നിർബന്ധമായും ഡോക്ടറുടെ സേവനം തേടിയിരിക്കണം.